കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ പ്രകൃതി സുന്ദരമായ തെന്മലയിലേക്കാണ്. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ, ഫാമിലിയുമായിട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് തെന്മല. നമ്മൾ 2 കാറിലായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അത് നമ്മളങ്ങനെ എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു എൻക്വയറി ഓഫീസ് കാണാം. ടിക്കറ്റെല്ലാം ഇങ്ങോട്ട് കൊണ്ടുള്ള ടിക്കറ്റെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോട്ടിങ്, ജംഗിൾ സഫാരി എല്ലാം. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടേക്ക് പോകാൻ. നമ്മളൊരു ജംഗിൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ എക്കോ ടൂറിസത്തിൻ്റെ എല്ലാ ഡേ പാക്കേജസിൻ്റെ റേറ്റ് എല്ലാം അവരവിടെ ബോർഡിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നെല്ലാം നോക്കി എങ്ങോട്ടുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഹലോ ഗൈസ്, ഈ കാണുന്ന തെന്മല എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഓഫീസ്. പഴയൊരു ബിൽഡിംഗ് ആണ്, പക്ഷേ അവർ അതിമനോഹരമായി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡൻ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ അതിനകത്ത് കയറുകയാണ്. അഡ്വഞ്ചർ സോൺ, ലെക്ചർ സോണിൻ്റെയൊക്കെ ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് റൂട്ട് മാപ്പ് കാണാൻ, പിന്നെ നല്ല മുളക് ചെടികളോട് അനുബന്ധിച്ചിട്ടുണ്ട്. ഒത്തിരി സർവീസുകളൊക്കെ രണ്ടാം ദിവസം നമുക്ക് ലക്ഷസ്രോണം അവിടെ പോയി കഴിഞ്ഞാൽ ഹാങ്ങിങ് ബ്രിഡ്ജസ്, കൾച്ചറുകളാണ്, റിവർസൈഡ് വാക്ക്, തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു 70 നമ്മൾ വരുന്ന വഴിക്കാണ്. ഇതാണ് റൂട്ട് മാപ്പ്. നമ്മളിവിടെ 5 സോണാണുള്ളത്. 5 സോണിൻ്റെ അങ്ങോട്ടുള്ള റൂട്ട് മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൂട്ട് മാപ്പ് നോക്കി മനസ്സിലാക്കാം. പിന്നെ നമുക്ക് അവിടെ തന്നെ തേനിൻ്റെ മല, തെന്മല എന്നെഴുതി വെച്ചേക്കുന്ന ഒരു പ്രത്യേക റൂം കാണാം. അവിടെ വലിയൊരു തേനീച്ച കൂടും, ഒരു തേനീച്ചയൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേനീച്ചയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അല്ല, ഇവിടെ നമുക്ക് വാഷ്റൂമൊക്കെ ഉണ്ട്, ജെൻസിൻ്റെ ലേഡീസിൻ്റെ എല്ലാം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഉച്ച സമയമായി, നമ്മൾ മറ്റേ ജംഗിൾ സഫാരി കഴിഞ്ഞ് വന്നതാണ്. ഇതിൻ്റെ ഇവിടെ തന്നെ നമുക്ക് മീൽസ് അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞു. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഉച്ച സമയത്ത് നല്ല വെയിലും കൊണ്ട് നമ്മളവിടെ കയറിയില്ല. ഇതാണ് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ തന്നെ അവരുടെ ഭക്ഷണശാലയാണ്. വലിയ തിരക്കൊന്നും നമ്മളിവിടെ കാണുന്നില്ല. ഒരു ഉച്ച സമയം തന്നെയാണ്. ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. ടേബിളൊക്കെ അങ്ങോട്ട് 4 പേർക്ക് വെച്ചിരിക്കുക. നമ്മളൊരു 10 പേരുള്ളത് കൊണ്ട് നമ്മൾ ടേബിളെല്ലാം കൂടെ കറക്റ്റ് നമ്മൾ നേരെ പിടിച്ചിട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ചിരിക്കാവുന്ന രീതിയിലാക്കിയത്. ഒരു ബൊഫേ എവിടെയാണ് നമ്മൾ ഒരു പ്ലേറ്റിൽ നമുക്ക് വിളമ്പി തരികയാണ് ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ കറി ഉണ്ട്. അത് 100 റുപ്പീസാണെന്ന് തോന്നുന്നു. മീൽസ് ഏതാണ്ട് 750 റുപ്പീസ് അങ്ങോട്ടാണ് മീൽസിനും റേറ്റ് വരുന്നത്. ഇവിടെ തന്നെ കുടുംബശ്രീ അവർ വയ്ക്കുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ സോണിൽ എത്തിയിരിക്കുകയാണ്. മറ്റേ അവിടെ ഓഫീസിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. അവിടെ നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ച് ഇത് എൻട്രി ചെയ്യേണ്ടതാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ. ഇതാണ് എലിവേറ്റഡ് വാക്ക് വേ. മരത്തിൻ്റെ മുകളിൽ കൂടെയുള്ള കോണിപ്പടികളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. നിലത്തിൽ നിന്നൊരു 10 മീറ്റർ ഹൈറ്റിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ കൂടെയുള്ളൊരു യാത്രയെന്ന് പറയുന്നൊരു നല്ലൊരു രസമാണ്. പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കൂടി നടക്കുവാൻ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മരങ്ങളിലുള്ള കുരങ്ങന്മാരെ, പക്ഷികളെയൊക്കെ തൊട്ടടുത്ത് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്, ഒരു അഡാർ ഫീലിംഗ് തന്നെയാണ്.
ഇവിടം വരെ ഉള്ളൂ. ഇവിടെ ഇവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുകളിലോട്ട് ഇനി ആരെയും കയറ്റി വിടുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബലക്കുറവും കാരണം കൊണ്ടാണ് തോന്നുന്നു. നല്ല പൊക്കമുണ്ട്, നമ്മൾ പറയുന്നതൊക്കെ നല്ല ആഴമുണ്ട്. എനിക്ക് കുണാക്കെ ഓർമ്മ കുണാക്കേവി നീ എന്ന് പോയി. ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ പ്രത്യേക ഒരു വൈബാണ്, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതാണ് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യുന്ന ആക്ടിവിറ്റി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതങ്ങ് എൻഡിങ് അങ്ങ് താഴെയാണ്. അവിടെ ഒരു തടാകമുണ്ട്, തടാകത്തിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ എൻഡിങ് ആയിട്ട് വരുന്നത്. നമുക്ക് അതിൻ്റെ ടിക്കറ്റ്, ആ ആക്ടിവിറ്റിക്ക് ടിക്കറ്റ് എടുത്തുള്ളവർക്ക് നമുക്ക് അത് അവിടെ ചെയ്യാം. നമ്മളിവിടെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. താഴോട്ട് കുറച്ച് ഇനി പ്രായമായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലാത്തവർക്ക് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന സ്പോട്ട്. ഇവിടെയാണ്. ഇവിടെ ഒരുപാട് തരം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇനം ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. നമുക്കിതിനൊന്നും വല്ല പ്രത്യേക ടിക്കറ്റ് ചാർജോ അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു തടാകം പോലെയുണ്ട്. അവിടെയുള്ള മത്സ്യങ്ങളൊക്കെ അടിപൊളി ഒരു വൈബാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.